ശ്രീ വെങ്കടാചലം, താങ്കൾ ഞാൻ ശ്രീ അറിവോട് ചോദിച്ച അതേ ചോദ്യത്തിന് എക്സ്റ്റൻഷൻ താങ്കളോട് ചോദിക്കുകയാണ്. താങ്കൾ ഈ പറയുന്ന ആനയുടെ കാര്യത്തിൽ എപ്പോഴും ബദൽ മാർഗ്ഗങ്ങൾ പറയാറുള്ള ആളാണ്. അതിൻ്റെ പേരിൽ കുറേയധികം പള്ളുവിളി കേൾക്കുന്ന ആളുമാണ്. ഇതിന് നമുക്കിതിനിപ്പോൾ ഇതിന് ഇതേ വർണ്ണവിന്യാസം ഒരുക്കുന്ന, ഇത്ര ശബ്ദമില്ലെങ്കിൽ കൂടി അതിലും മനോഹരമായി ചെയ്യുന്ന മറ്റ് സാങ്കേതിക വിദ്യകൾ ലോകത്തുണ്ട്, രാജ്യത്തുണ്ട്. ഇനിയെങ്കിലും നമുക്ക് അതിലേക്ക് മാറണം എന്ന ആർജവത്തോടെ പറഞ്ഞു തുടങ്ങേണ്ട സമയമായില്ലേ ശ്രീ വി കെ വെങ്കടാചലം? സമയമായി. ഈ കേരളത്തിൽ ചില പ്രത്യേക ജാതിയിൽ പെട്ടിട്ടുള്ള ആളുകളെ വെടിക്കെട്ട് രംഗത്ത് ബന്ദികളാക്കി നിർത്തി അവരെ യാതൊരുവിധ സുരക്ഷാ മാനദണ്ഡവും ഇല്ലാത്ത സാഹചര്യങ്ങളിൽ രാവോട് പകല് പണിയെടുക്കാനായിട്ട് നിർബന്ധിക്കുന്ന ഒരു സവർണ ലോബി തൃശ്ശൂർ കേന്ദ്രീകരിച്ച് കേരളത്തിൽ വർഷങ്ങളായി നിലനിൽക്കുന്നുണ്ട്. ഈ തൃശ്ശൂർ പൂരത്തിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് കടുത്ത ഭാഷയുടെ ചില കാര്യങ്ങൾ പറയേണ്ടി വരും. ഇപ്പോൾ ദുരന്തം ഉണ്ടാകാനായിട്ടുള്ള സകല സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്ത സ്ഥലത്ത് തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ പടക്ക ലൈസൻസിയാണ് ഇതുമാതിരിപ്പെട്ട സുരക്ഷയില്ലാത്ത രീതിയിൽ പടക്ക സാധനങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഒരു പ്രത്യേക താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളെ അവിടെ വിളിച്ചു കൂട്ടിയിട്ടുള്ളതെന്ന് എല്ലാവർക്കും അറിയാം. ഈ തിരുവമ്പാടി ദേവസ്വത്തെക്കുറിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ ഇതുവരെ പറയാത്തൊരു കാര്യം ഞാൻ എല്ലാവരുടെ അറിവിലേക്ക് വേണ്ടി പറയാൻ പോവാണ്. മനുഷ്യരാണ് ശ്രീ വെങ്കടാചലം. ഏത് ജാതിയാണെങ്കിലും ഏത് മതമാണെങ്കിലും വേദനിക്കുന്ന ഒരുപോലെയല്ല. സൗത്ത് ഇന്ത്യൻ ബാങ്കിലേക്ക് 44 കോടി രൂപ കൊടുക്കാനുള്ള ഒരു ദേവസ്വം, കടം വാങ്ങിച്ച നാട്ടുകാർക്ക് 64 കോടി രൂപ കൊടുക്കാനുള്ള ദേവസ്വം, ആ ദേവസ്വത്തിന്റെ കഴിഞ്ഞ 22 കൊല്ലത്തെ അക്കൗണ്ടുകൾ ഫോറൻസിക് ഓഡിറ്റിന് വിധേയമാക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ട് സർക്കാർ ഇപ്പോൾ ഫോറൻസിക് ഓഡിറ്റിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവർ ഇക്കൊല്ലം പൂരം നടത്തണ്ട എന്ന് ജനുവരിയിൽ തന്നെ തീരുമാനിച്ചിരുന്നെങ്കിൽ ഈ ദുരന്തം ഉണ്ടാകില്ലായിരുന്നു. ഇതൊന്ന്. 2, തൃശ്ശൂർ ജില്ലയിലത്തെ ജില്ലാ ഭരണകൂടത്തിൽ ഭരണം കൈയാളിയിരുന്ന കഴിഞ്ഞ 5 വർഷത്തെ കലക്ടർമാർ അവര് ഈ അനധികൃത വെടിക്കെട്ട് ലോബിയെ എങ്ങനെയൊക്കെ സഹായിച്ചു എന്ന് കണ്ടുപിടിക്കാൻ ഇപ്പോഴത്തെ തൃശ്ശൂർ ജില്ലയിലത്തെ കലക്ടർ അടക്കമുള്ള ആളുകൾ കഴിഞ്ഞ 5 വർഷം എങ്ങനെയാണ് ഈ വെടിക്കെട്ട് സംബന്ധമായിട്ടുള്ള പരാതികളെ അവഗണിച്ചിരുന്നതെന്നുള്ളത് നോക്കേണ്ടതാണ്. ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. കഴിഞ്ഞ വർഷം ഞാൻ തൃശ്ശൂർ ജില്ലാ കളക്ടർക്ക് ഒരു വിവരാവകാശ കത്ത് കൊടുത്തു. തൃശ്ശൂർ പൂരത്തിന് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വക്കാർ തന്നിട്ടുള്ള കളക്ടർക്കുള്ള അപേക്ഷ കലക്ടർ അത് പെസോയ്ക്ക് കൊടുത്തിട്ട് പെസോക്കാർ തന്ന മറുപടി, ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ തേക്കിങ്ങാട് മൈതാനത്തിൽ പടക്കം പൊട്ടിക്കാനായിട്ടുള്ള സ്ഥലത്തിൻ്റെ സ്കെച്ച് തന്നിട്ടുള്ള രേഖ, 2 ദേവസ്വം തന്നിട്ടുള്ള സ്കെച്ച്, 2 ദേവസ്വക്കാർക്കും പടക്കം ഉണ്ടാക്കി പൊട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് സാധനം ഉണ്ടാക്കുന്ന ലൈസൻസികളുടെ പടക്കശാലയുടെ വിവരം, അതിലേക്കുള്ള എൻട്രൻസിൻ്റെ വിവരം, അതിലേക്കുള്ള വഴികളുടെ വിവരം, ഇതൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ തൃശ്ശൂർ മാധ്യമങ്ങൾ മുഴുവൻ നല്ല കലക്ടർ എന്ന് കൊട്ടിഘോഷിച്ച കലക്ടർ കഴിഞ്ഞ മെയ് മാസത്തിൽ എനിക്കൊരു മറുപടി തന്നു. താൻ ചോദിച്ച വിവരങ്ങളൊന്നും തരാൻ ഞങ്ങൾ ബാധ്യസ്ഥനല്ല. എന്താ കാരണം എന്ന് വെച്ചാൽ താൻ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടി തനിക്ക് തരരുതെന്ന് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ ഞങ്ങൾക്ക് കത്ത് തന്നിട്ടുള്ളതിനാൽ അവരുടെ താല്പര്യങ്ങൾ രക്ഷിക്കാനായിട്ട് താങ്കൾ ചോദിച്ച ഒരു വിവരവും ഞാൻ തരില്ല എന്ന് അയാളെ എനിക്ക് എഴുതി തന്നു. അതുകൊണ്ട് ഞാൻ വിവരാവകാശ കമ്മീഷൻ അയച്ചു. വിവരാവകാശ കമ്മീഷനോടും ആ കലക്ടർ ഇതേ മറുപടി അയച്ചു. പക്ഷെ അതാകുമ്പോഴേക്കും അയാളെ ദൈവം തൃശ്ശൂരിൽ നിന്ന് കാസർഗോട്ടേക്ക് സ്ഥലം മാറ്റി. പിന്നീട് വന്ന കലക്ടറും ഈ തൃശ്ശൂരിലത്തെ കേരള ഉത്സവ മാഫിയയുടെ ഒരു പ്രത്യേക ജാതി വിഭാഗക്കാരെ കൊന്നൊടുക്കാനായിട്ടുള്ള സവർണ ലോബിയുടെ പാവയായിട്ട് വർക്ക് ചെയ്യണമാണ് ഞാൻ കണ്ടത്. അതുകൊണ്ട് തൃശ്ശൂർ ജില്ലാ കലക്ടറായിട്ട് കഴിഞ്ഞ 6 കൊല്ലം വർക്ക് ചെയ്തവർ പടക്ക സംബന്ധമായിട്ടുള്ള പരാതികൾ മേശയുടെ അടിയിലിട്ട് ചവിട്ടി ചരിച്ചതിനെ കുറിച്ച് സർക്കാർ അന്വേഷണം നടത്തണം.
ഇപ്പോഴത്തെ ജില്ലാ കളക്ടറെ അടിയന്തരമായി ഈ സ്ഥാനത്ത് നിന്ന് മാറ്റണം. Yes. ഇപ്പോഴത്തെ ADM മാറ്റണം, ഇപ്പോഴത്തെ RDO മാറ്റണം. തൃശ്ശൂരത്തെ ഈ പടക്കം ഉണ്ടാക്കുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്തിട്ടുള്ള സകലമാന പോലീസുകാരെ മാറ്റിയില്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിലും നിരവധി പേര് മരിക്കും. ഈ ഉത്സവ സംഘാടകരാരും മരിക്കില്ല. ഉത്സവ സംഘാടകർക്ക് വേണ്ടിയിട്ട് ഈ ഒരു പ്രത്യേക ജാതിക്കാരെ കൊല്ലാൻ വേണ്ടിയിട്ട് പടക്കം ഉണ്ടാക്കാൻ വേണ്ടി അവരുടെ സേവനം ഹയർ ചെയ്യുന്ന നമുക്ക് ഇതിനകത്ത് അങ്ങനെയുള്ള അഭിമാനയുടെ ആവശ്യമുണ്ടോ എന്നറിയില്ല. എല്ലാവരും മനുഷ്യരാണ്. ആരും മരിക്കില്ല. ഞാൻ അങ്ങനെയൊക്കെ എത്താം. സംസ്ഥാന ഭരണകൂടം ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശിവൻകിടാചരം ഭൂമിയില് കുഴിച്ചിട്ട് മുകളിൽ പോയിട്ട് പൊട്ടിക്കുന്ന ഒരു സാധനവും പൊട്ടിക്കാനായിട്ട് ഇന്ന് രാത്രി മുതൽ അനുവദിക്കരുത്. തൃശ്ശൂർ ജില്ലാ ഭരണകൂടത്തില് ഇപ്പൊ വർക്ക് ചെയ്യുന്ന എല്ലാവരെയും അടിയന്തരമായിട്ട് സ്ഥലം മാറ്റിയില്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ നിരവധി പേരുടെ ജഡങ്ങള് തപ്പിയിട്ട് അങ്ങനെ സംഭവിക്കില്ല. സംഭവിക്കാതിരിക്കട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.